എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? അനീഷേട്ടാ ഇപ്പൊ കുറെ മാറി, സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. അപ്പൊ ഇയാൾ പൂവാനായതിൽ അത്ഭുതമില്ല. എന്റെ ഭാഗ്യം, എന്നെ പോലൊരു ജീനിയസിനെ കണ്ടുമുട്ടിയത് വാണിയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് കരുതിയാൽ മതി. ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. പിന്നെ ഇപ്പം നല്ല, എനിക്കിപ്പം കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? എനിക്കല്പം പ്രേമമുണ്ട്, സൗകര്യമുണ്ട്, വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആ മല്ലിക എന്ത് പറയുന്നു? അമ്മേ അയ്യോ, തമാശ പറഞ്ഞതാണോ? അന്ന് ചേട്ടാ അങ്ങനെ സംസാരിച്ചത്? എന്റെ ദൈവമേ. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല, അവസ്ഥ. എന്റെ പോലെ കർത്താവേ, മണിയടി പഠിക്കണമെങ്കിൽ സാറിനെ തന്നെ കണ്ടുപഠിക്കണം. എനിക്ക് വയ്യ ഇത്. അയ്യോ, മൈക്കിട്ടിട്ടുണ്ട്, ക്യാമറ ഉണ്ട്, അയച്ചു വരെ നോക്കിക്കൊണ്ടിരിക്കും. നിന്റെ റൊമാൻറ്റിക് അപ്രോച്ചിന് പവർ പോരാ. ഇത്തരം കാര്യങ്ങളിൽ നമുക്കും ഒരു ഇതൊക്കെ വേണം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. പോ ചേട്ടാ ഡീറ്റ്. എനിക്ക് അറിയാം, ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് ചെയ്തല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. കൊള്ളാം ചേട്ടാ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. നമ്മൾ തമ്മിലുള്ള അടുപ്പ് സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്ത്? ഞാൻ ഇപ്പൊ കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അതുമല്ല, ഇപ്പൊ എനിക്ക് എൻ്റെ കരിയർ അതൊക്കെ നോക്കണം, ഞാൻ ഒന്ന് സെറ്റിൽ ആവണം. പിന്നെ എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പൊട്ടി പാളിഷായി. അപ്പൊ അതോടുകൂടി ഞാൻ വെച്ച് നിർത്തിയതാ. കല്യാണമേ ഞാൻ വെച്ച് നിർത്താന്ന് തീരുമാനിച്ചതാ. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സൊക്കെ നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗുരുവായൂരുണ്ട്, രാലേട്ടൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം നടക്കില്ല. പൊറുക്കാനോ? ഇവനോട് ഞാൻ പൊറുത്താൽ ദൈവം എന്നെ ശിക്ഷിക്കും. എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടു, എല്ലാം ഞാൻ സഹിക്കാം. പക്ഷെ കള്ളം പറഞ്ഞ് നീ എന്നെ ചതിച്ചത് അത് ഞാൻ സഹിക്കൂലടാ.